Yes, warm welcome to all. മക്കളെ, നമുക്ക് സ്വയം വിലയിരുത്താൻ വേണ്ടി ആ ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കുന്ന രണ്ടാമത്തെ വർക്ക്ഷീറ്റാണിത്. ആദ്യം അതിലെ ചോദ്യങ്ങൾ മാത്രമുള്ള ഭാഗമാണ്. എല്ലാവരും അത് ചെയ്തിട്ടുണ്ടാവും. ചെയ്യാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ അത് പോസ് ചെയ്ത് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഉത്തരങ്ങൾ അനലൈസ് ചെയ്യുക ചെയ്യുന്നത്. നല്ലോണം ശ്രദ്ധിക്കാതെ നമ്മൾ എത്രത്തോളം ഇത്തരം വർക്ക്ഷീറ്റുകൾ ചെയ്യുന്നു അത് നമുക്ക് വളരെയധികം കോൺഫിഡൻസ് നൽകും. നമുക്ക് വിലയിരുത്താനും നമ്മുടെ സ്ട്രെങ്ത് ഏതാ നോക്കിയിട്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്താനും വീക്ക്നെസ് ഏതാ നോക്കിയിട്ട് അത് സ്വയം നമുക്ക് തിരുത്താനും നമുക്ക് പറ്റും. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള വർക്ക്ഷീറ്റുകളും ഇങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും, വിട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോന്നും ചെയ്ത് കൃത്യമായി സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിച്ച് ക്ലിയർ ആക്കിയാൽ വളരെ ഉപകാരപ്പെടും. നല്ലോണം ശ്രദ്ധിച്ച് ഉപയോഗപ്പെടുത്തുക. നോക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം പാരഗ്രാഫ് നന്നായിട്ട് വായിക്കുന്നു, വീണ്ടും ചോദ്യങ്ങൾ വായിക്കുന്നു, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കുന്നു. അങ്ങനെയാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. അതറിയാലോ. ജസ്റ്റ് വായിച്ചിട്ടുണ്ടാവുന്ന ജസ്റ്റ് നോക്ക്, പെട്ടെന്നൊന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമ്മുടെ ആദ്യത്തെ കഥയിലെ ഒരു പാരഗ്രാഫാണ്. വായിച്ചങ്ങൾ ചെയ്തിട്ടുണ്ടോ? നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി വിശദമായിട്ട് നമുക്ക് നോക്കാം. There are 5 questions from this paragraph. Each question carries 1 score, totally 5. 5 മാർക്കാണ്. ശ്രദ്ധിച്ച് നോക്കുക. ഇനി സെക്കൻഡ് ടൈപ്പ് ഏതാണ്ട് അതുപോലെയുള്ള ഒരു ചോദ്യം തന്നെയാണ്, കോംപ്രിഹെൻഷൻ തന്നെയാണ്. പ്രോജക്ട് ടൈഗറിലെ ഒരു പാരഗ്രാഫാണ്. 5 questions are there, just like the first one. It carries, each question carries 1, totally 5. റെഡി അല്ലേ? വായിച്ച് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. പോസ് ചെയ്താൽ മതി. നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ ചെയ്താൽ മതി, ചെയ്യാത്തവരുണ്ടെങ്കിൽ. റൈറ്റ്. നൗ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് സം ക്വസ്റ്റ്യൻസ് ഫ്രം ദ പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഹിയർ യു ക്യാൻ സീ 5 questions. Each question carries 1 score and totally 5. Okay, yes. Next one, a grammar question. A question based on a language element. See, a conversation is there, you have to complete it. Right? Each blank carries, each answer in the blank carries 1, totally 5. And this one is closed type. You know, there are 4 slashes are there, and each carries 1 score, totally 4. And last one is a profile, that is a profile of Malala Yousafzai. It carries 6, right? I think the questions are clear. Now let us come to the answers. See, the first question is this one. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഈസിനെസ് ആക്കി നമ്മൾ എടുത്താൽ, അതായത് വളരെ എന്താ പറയുക, ഓവർ കോൺഫിഡൻ്റ് ആവരുത്, വളരെ കോൺഫിഡൻ്റ് ആവുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ വാല്യുവേഷനിലൊക്കെ പലപ്പോഴും നല്ല വളരെ ഉയർന്ന മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് പോലും ഈ ഭാഗത്തുള്ള അശ്രദ്ധ കൊണ്ട് മാർക്ക് പോവാറുണ്ട്. പരമാവധി പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ട്. നിങ്ങൾക്കറിയാം, ദിസ് ഈസ് എ പാസേജ് ഫ്രം ദ ഫസ്റ്റ് സ്റ്റോറി. ലെറ്റ് us read it first. My first friend and familiar was a small grey squirrel. Arching his back and sniffing into the air, he seemed at first to resemble my inversion of his privacy, but when he found that I did not arm myself with a catapult or a gun, he became familiar. And when I started leaving him pieces of cakes and biscuits, he grew bolder and finally became enough to take food from my hands. അത് ഒന്നുകൂടി വായിച്ചു നോക്കണം നിങ്ങൾ. എനിക്കറിയാം, ചോദ്യങ്ങൾ നോക്കി. ഹൂസ് ഫ്രണ്ട് ഈസ് മെൻഷൻഡ് ഹിയർ. ആരുടെ സുഹൃത്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്? ഫൈൻഡ് ഔട്ട് എ വേർഡ് വിച്ച് മീൻസ് ആംഗ്രി അബൌട്ട് സംതിങ് ഫ്രം ദ പാസേജ്. ആംഗ്രി അബൌട്ട് സംതിങ് അർത്ഥമുള്ള വാക്ക് കണ്ടെത്താൻ നമുക്കറിയാത്. വൈ വാസ് ദ ഗ്രേ സ്ക്വിറൽ ആംഗ്രി വിത്ത് എ ബോയ്? എന്തുകൊണ്ടാണ് ഈ സ്ക്വിറൽ കുട്ടിയോട് ദേഷ്യമുണ്ടായത്? വാട്ട് ആർ ദ ആംസ് മെൻഷൻഡ് ഹിയർ? ഇവിടെ പറഞ്ഞ ആയുധങ്ങൾ ഏതൊക്കെയാണ്? What are the 2 common qualities of squirrels hinted here? അണ്ണാറക്കണ്ണന്മാരുടെ എന്തെല്ലാം ഗുണങ്ങളാണ്, 2 പൊതുഗുണങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്? ജസ്റ്റ് മനസ്സിൽ ഉത്തരം എളുപ്പം കൊണ്ട്.
ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. നോക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൂസ് ഫ്രണ്ട് ഈസ് മെൻഷൻഡ് ഹിയർ. ആരുടെ സുഹൃത്തിനെ കുറിച്ച് അവിടെ പറയുന്നത് നിങ്ങൾക്കറിയാം. ദ ബോയ്സ് അല്ലെങ്കിൽ റസ്കിൻ ബോൺസ് അല്ലെങ്കിൽ നറേറ്റേഴ്സ് എന്നൊക്കെ എഴുതാം. ദ ബോയ്സ് എന്നോ റസ്കിൻ ബോൺസ് എന്നോ നറേറ്റേഴ്സ് എന്നോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാം. ഏറ്റവും നല്ലത് ദ ബോയ്സ് എന്നോ നറേറ്റേഴ്സ് എന്ന് എഴുതുന്നതാണ്. റെഡില്ല. അങ്ങനെ ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്കൊരു മാർക്കിന് അർഹത ഉണ്ട് കേട്ടോ. ഫൈൻഡ് ഔട്ട് എ വേർഡ് വിച്ച് മീൻസ് ആംഗ്രി അബൌട്ട് സംതിങ്. ഏതാണ് ആ വാക്ക്? ഏതാ? നമുക്കറിയാം, റിസന്റ് ആണ്. അങ്ങനെ എഴുതിയാൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, അത് എഴുതിയാൽ ഒരു മാർക്ക് ഉണ്ട്. വൈ വാസ് ദ ഗ്രേ സ്ക്വിറൽ ആംഗ്രി വിത്ത് ദ ബോയ്. എന്തുകൊണ്ടാണ് കുട്ടിയോട് ദേഷ്യം? നമുക്കറിയാം, അതിന്റെ പ്രൈവസിയിലേക്ക് കടന്നു കയറിയത് കൊണ്ടാണ്. ഗ്രേ സ്ക്വിറൽ വാസ് ആംഗ്രി വിത്ത് ദ ബോയ് ബിക്കോസ് ഹി ഡിഡ്ന്റ് ലൈക്ക് ദ ബോയ്സ് ഇൻവേർഷൻ ഓഫ് ഹിസ് പ്രൈവസി. ഒരു കുട്ടി ഇത് മാത്രം എഴുതിയാലും ബിക്കോസ് ഹി ഡിഡ്ന്റ് ലൈക്ക് ദ ബോയ്സ് ഇൻവേർഷൻ ഓഫ് ഹിസ് പ്രൈവസി എന്ന് എഴുതിയാലും ഒരു മാർക്ക് ഇടാം. വാട്ട് ആർ ദ ആംസ് മെൻഷൻഡ് ഹിയർ? രണ്ട് സാധനങ്ങളാണുള്ളത്. catapult and air gun എഴുതിയാൽ മതി. സെന്റൻസ് ആക്കിയതും ഇങ്ങനെ എഴുതുക. The arms mentioned in the passage are catapult and air gun. What are the two common qualities of squirrels? എന്താ ഈ സ്ക്വിറലിന്റെ സാധാരണ നമ്മൾ കാണുന്ന ഗുണങ്ങൾ രണ്ടെണ്ണം ഏതൊക്കെയാണ്? ആച്ചിങ് ദ ബാക്ക്, പിന്നെ ബാക്ക് സൈഡ് ഇങ്ങനെ വളക്കുക എപ്പോഴും. സ്നിഫിങ് ഇൻ ടു ദ എയർ, എപ്പോഴും മണം പിടിക്കുക. ഈ രണ്ട് ഗുണങ്ങളാണ്. ഈ രണ്ട് കാര്യം എഴുതിയാൽ ഈ രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്കിന് അർഹത ഉണ്ട്. ഫുൾ സെന്റൻസിലാണ്. ഭംഗി. റെഡി അല്ലേ? ഇവിടെ അതേപോലെ കറ്റാപ്പൾട്ടും എയർഗൺ ഉണ്ടെങ്കിൽ ഒരു മാർക്ക്. ഒന്നൊരു കുട്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അര മാർക്ക് ഇടാം. റെഡി അല്ലേ? സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. റൈറ്റ്. യെസ്, ദിസ് ഈസ് ദ നെക്സ്റ്റ് പാസേജ്. നന്നായിട്ട് വായിച്ചു നോക്കണം. 5 മാർക്കാണ്. നോക്കാം, നമുക്ക് പരിചയമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയം അവിടെ നിൽക്കുന്നില്ല. നോക്കാം നമുക്ക്. റെഡി അല്ലേ? ചോദ്യങ്ങൾ മാത്രം ഒന്ന് അപ്പുറത്ത് കാണാൻ, അപ്പോൾ അവിടെ നോക്കിയാൽ മതി. ഇവിടുന്ന് വായിക്കാം. നിങ്ങൾക്ക് ഇതിൽ ഉത്തരം പെട്ടെന്ന് നോക്കാൻ വേണ്ടി. വാട്ട് ഡസ് ദ പെർഫോമൻസ് ഓഫ് ദി ആനിമൽസ് സജസ്റ്റ്? മൃഗങ്ങളുടെ ആ ഒരു പ്രകടനം എന്താണ് കാണിക്കുന്നത് എന്നാണ്. വാട്ട് ഈസ് റീസ് കമന്റ് അബൌട്ട് ദ ഡോഗ്സ് ഇൻ ബംഗാൾ? ബംഗാളിലെ ഡോഗ്സിനെ കുറിച്ചുള്ള റേയുടെ കമന്റ് എന്താണ്? വാട്ട് ഷുഡ് വൺ ഡു ടു ഗെറ്റ് ഗുഡ് പെർഫോമൻസസ് ഫ്രം ആനിമൽസ്? മൃഗങ്ങൾ നല്ല പ്രകടനം കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? Describe the scene in Ray's film Gobigaine Bhagabaine in which they need a tiger. ഏതാണ് ആ സീൻ ഒന്ന് വിവരിക്കാനാണ്. The traitor was driven from the country. Driven away from the country. Driven away എന്ന് അർത്ഥം വരുന്ന വാക്ക് കണ്ടെത്തി എഴുതാനാണ്. മനസ്സിലായിട്ടുണ്ടാവും. റെഡി അല്ലേ? ജസ്റ്റ് നോക്കണേ. ഓക്കെ, ഉത്തരം എല്ലാവരും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ചർച്ച ചെയ്താലോ. വാട്ട് ഡസ് ദ പെർഫോമൻസ് ഓഫ് ആനിമൽസ് സജസ്റ്റ്? ഇറ്റ് സജസ്റ്റ് ദാറ്റ് ദേ ആർ യൂസ്ഡ് ടു ഒബേയിങ് കമാൻഡ്സ്. ശ്രദ്ധിക്കണേ, ദേ ആർ യൂസ്ഡ് ടു ഒബേയിങ് കമാൻഡ്സ് ഉണ്ടായാൽ റെഡിയാണ്, ഒരു മാർക്ക് ഇടാം. ഫുള്ളായിട്ട് ഇതും അങ്ങനെ എഴുതേണ്ടത്. വാട്ട്സ് റേസ് കമാൻഡ് അബൌട്ട് ദ ഡോഗ്സ് ഇൻ ബംഗാൾ? ബംഗാളിലെ ഡോഗ്സിനെ കുറിച്ച് റേയുടെ കമന്റ് എന്താണ്? അതൊക്കെ അതിലുള്ള അതുപോലെ തന്നെ എഴുതണം. ഇങ്ങനെയാണ് അതിലുള്ളത്. കണ്ടുണ്ടാവും. വൺ ക്യാൻ ഫൈൻഡ് ക്ലെവർ ഡോഗ്സ്, പെർട്ടിക്കുലർലി പോലീസ് ഡോഗ്സ് വിച്ച് ആർ ക്വൈറ്റ് ഇന്റലിജന്റ്. സംശയമൊന്നുമില്ല. വാട്ട് ഷുഡ് വൺ ഡു ടു ഗെറ്റ് ഗുഡ് പെർഫോമൻസസ് ഫ്രം ആനിമൽസ്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഷുഡ് വെയിറ്റ് പേഷ്യന്റ്ലി. വെയിറ്റ് പേഷ്യന്റ്ലി എന്ന് എഴുതിയാൽ മതി. ഒരു കുട്ടിക്ക് വേണമെങ്കിൽ വൺ ഷുഡ് വെയിറ്റ് പേഷ്യന്റ്ലി ടു ഗെറ്റ് ഗുഡ് പെർഫോമൻസസ് ഫ്രം ആനിമൽസ് എന്ന് ഫുൾ സെന്റൻസിൽ എഴുതാം. ഇതുണ്ടായാൽ ഞങ്ങൾക്കൊരു മാർക്ക് ഇടാം. Describe the scene in Ray's film Gobigaine Bhagabaine in which they need a tiger. ആ സീൻ അരങ്ങും പറയാനാണ്. ശ്രദ്ധിക്കണേ, നോക്കണം കേട്ടോ. Gobi and Bhaga who have been banished from the kingdom meet in the forest. ഫസ്റ്റ് കാര്യതാണ്, ഒരു കാട്ട് വെച്ച് കണ്ടുമുട്ടുന്നു. They see a tiger and freeze. പിന്നെ ടൈഗറിനെ കണ്ടിട്ട് അവരെന്ത് ചെയ്യുന്നു? ഫ്രീസ് ചെയ്യുന്നു. നമുക്കത് പേടിച്ച് ചലിക്കാൻ പറ്റാത്ത രീതിയിലാവുന്നു. But the tiger simply walks about in the forest without paying any attention. ഇവരെ ശ്രദ്ധിക്കാതെ ടൈഗർ എന്ത് ചെയ്യുന്നു? മെല്ലെ നടന്നു നീങ്ങുന്നു. അപ്പൊ മക്കള് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഒരു മാർക്ക് ഇടാവും. അതേ സമയത്ത് ഏതെങ്കിലും ഈ പൗരും അരിയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്കേ കൊടുക്കാവൂ. റെഡി അല്ലേ? ട്രിവണവേ എന്നർത്ഥമുള്ള വാക്ക്, വാസ് ട്രിവണവേ എന്നർത്ഥമുള്ള വാക്ക് ബാനിഷ്ഡ് ആണ്. ബാനിഷ്ഡ് ഇതാണ് വാക്ക്, ബാനിഷ്ഡ് ആണ്. 5 ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് ഇടാം. ക്ലിയർ? യെസ്, റൈറ്റ്.
നെക്സ്റ്റ് പദ്യത്തിൽ ചോദ്യമാണ്. To a fireworks did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. ലൈൻസ്റ്റൺ ഏർലി സ്പ്രിംഗിലുള്ള വരികളാണ് നമുക്കറിയാത്. ചോദ്യം നോക്കാറിയാം. ഹൗ ഡസ് ദ പോയറ്റ് അസോസിയേറ്റ് ഹിംസെൽഫ് വിത്ത് നേച്ചർ? എങ്ങനെയാണ് പോയറ്റ് പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? നമുക്കറിയുന്നത് അത്. To her fireworks did nature link, which figure of speech is used here. ഇവിടെയുള്ള ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? അതൊക്കെ വിശദമായിട്ട് നമ്മൾ പാടത്ത് പഠിച്ചതാണ്. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. എന്താണ് ആ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം അതേപോലെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ലൈൻസ് ആൻഡ് എക്സ്പ്രഷന്റെ വിശദീകരണത്തെ പാഠത്തിൽ എഴുതിയെന്നതാണ്. പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ. അലിട്രേഷന്റെ ഉദാഹരണം എടുത്ത് എഴുതാനാണ്. റൈറ്റ് ദ റൈൻ സ്കീം ഓഫ് ദ സ്റ്റാൻസ. ഈ സ്റ്റാൻസ റൈൻ സ്കീം എഴുതാനാണ്. ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. നോക്കാം. നമുക്ക് ചെറുതായതുകൊണ്ടുള്ള സമയം നമുക്ക് ആവശ്യമില്ല. നോക്കി പോവാം. നമുക്ക് ചർച്ച ചെയ്യാം. റൈറ്റ്. സി ദ ഫസ്റ്റ് വൺ ഈസ് ദ ഹ്യൂമൻ സോൾ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ ഫയർവർക്സ് ഓഫ് നേച്ചർ. അങ്ങനെയാണ് മനുഷ്യന്റെ ആത്മാവ് പ്രകൃതിയുടെ സുന്ദരമായ വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിലുണ്ട്. റെഡിയല്ലേ? അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതാണ്. ദ ഹ്യൂമൻ സോൾ ദാറ്റ് ran through the poet linked to her fireworks of nature. ഇങ്ങനെയാണ് രണ്ട് മാറ്റിയതും വരിക. ഇത്ര എഴുതേണ്ടതുള്ളൂ. ഏതെങ്കിലും കുട്ടി ഇങ്ങനെ ടു ഹർ ഫയർവർക്സ് എന്നൊക്കെ എഴുതിയ അരക്ക് മാർക്കൊക്കെ കൊടുക്കാം. ഇങ്ങനെ എഴുതുമ്പോൾ അത് പൂർണ്ണമാവും. റെഡി അല്ലേ? നെക്സ്റ്റ്, ടു ഹർ ഫയർവർക്സ് ഡിഡ് നേച്ചർ ലിങ്ക്. ഇവിടെ ഏതാ ഫിഗർ ഓഫ് സ്പീച്ച്? നമുക്കറിയാം ടു ഹർ എന്ന് പറയുമ്പോൾ പ്രകൃതി ഒരാളായിട്ട് സങ്കല്പിക്കുക ചെയ്യണം. അപ്പൊ എന്തായിരിക്കും അവിടെ ഫിഗർ ഓഫ് സ്പീച്ച്? പെർസോണിഫിക്കേഷൻ ആണ്. റെഡി അല്ലേ? പെർസോണിഫിക്കേഷൻ. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക്. എന്താ അവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം മനുഷ്യനാണ് ഡിസ്ട്രപ്റ്റഡ് ദ ഹാർമണി ഓഫ് നേച്ചർ. ഉദ്ദേശിക്കുന്നത് നമ്മൾ തെറ്റായ കാര്യങ്ങൾ എന്ത് ചെയ്യുന്ന പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളാണ് അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ മാൻ ഡിസ്ട്രപ്റ്റഡ് ദ ഹാർമണി ഓഫ് നേച്ചർ. ഇതോ എഴുതിയാൽ മതി. രണ്ടാലും നേരിയ ഉത്തരം ശരിയാണ്. Pick out an example of alliteration. Man has made of man. കണ്ട ഈ സൗണ്ട് വന്നു. ഇനി ഒരു ആൾക്കുട്ടി മാൻ ഹാസ് മെയ്ഡ് എന്ന് എഴുതിയാലും മെയ്ഡ് എന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ്. പിന്നെ നമുക്ക് ഇതിനെ എഴുതാവുന്ന വേറെ ഉള്ളതെന്ന് പറഞ്ഞാല് ദ ദാറ്റ് വേണമെങ്കിൽ ഉദാഹരണമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ദ ദാറ്റ് മച്ച് മൈ എഴുതാൻ പറ്റിയതാണ്. മച്ച് മൈ. റെഡിയല്ലേ? ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഇടാം. റൈൻ സ്കീം നമുക്കറിയാം. നോക്ക്, ലിങ്ക് എ, പിന്നെ കീന്നുള്ള സൗണ്ട് വരുന്ന അവിടെ. അപ്പൊ ഇത് എ വരും. ഇവിടെ ആണ്. അപ്പൊ ഇത് ബി ആണ്. അപ്പൊ എ ബി എന്നാണെങ്കിൽ ഉത്തരം ശരിയാണ്. 5 മാർക്കാണ്. ശ്രദ്ധിച്ച് മാർക്ക് നോക്കിയ. യെസ്. നൗ ഗ്രാമറാണ്. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഫ്രണ്ട് ഡോക്ടർ യു ആർ വറീഡ്. ഒന്നായിട്ട് വായിച്ചിട്ടേ ചെയ്യാം. നേരത്തെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുന്ന കാരണം ഇപ്പൊ വായിക്കാത്തത്. യു ആർ വറീഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോമന്റ് ചോദിച്ചിട്ടുണ്ടായാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. There we have to add a question tag. Question tag ചേർക്കണം. ഇവിടെ യെസ് ഉത്തരവുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്, ഉറപ്പാണ്. യു ആർ ആണ്. ക്വസ്റ്റ്യൻ ടാഗ് വിശദമായിട്ട് എല്ലാ തലത്തിൽപ്പെട്ട ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാനുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടോ, കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഓക്സിലറി ഉണ്ട്. ക്വസ്റ്റ്യൻ ടാഗിന്റെ ഫോർമുല നമുക്കറിയാം. ഓക്സിലറി ഇൻഡ് പ്ലസ് പ്രോനൗൺ ആണ്. ഓക്സിലറി ഇൻഡ് ആറാണ്. നെഗറ്റീവ് വേർഡ് ഇല്ലാത്ത ഇൻഡ് ചേർക്കണം. പ്രോനൗൺ തന്നെയാണ് സബ്ജക്ട്. അപ്പൊ യു ചേർത്താൽ ആർ ഇൻഡ് യു എന്നാ വരിക. ക്ലിയർ അല്ലേ? യെസ്. സ്നേക്ക് കേൾഡ് ഓൺ മൈ ആം എന്നാണ്. ഇവിടെ എന്താ വേണ്ടത്? എന്താണ് സംഭവിച്ചത് എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. എന്താണ് സംഭവിച്ചത്? റെഡിയല്ലേ? ഇനി എന്തോ ചോദിക്കുമ്പോൾ ഉത്തരം ഐ വാസ് അലോൺ ഇൻ ദ ഹൗസ് എന്നാ പറയുന്നത്. അതെ, ഞാൻ ഒറ്റക്കായിരുന്നു. നമുക്കറിയാം എസ്ഓർണോസിനെ ഉണ്ടാക്കണം. നമ്മൾ വിശദമായി ചർച്ച ചെയ്ത സാധനമാണ്. ഓക്സിലറി തലക്കെട്ടുണ്ട് വെച്ചാൽ ഇവിടെ വാട്ട് ഹാപ്പൻ ചെയ്യുന്നതാണ് തന്റെ സംഭവിച്ചത്. നമുക്ക് അറിഞ്ഞ ചോദ്യമാണ് അതുകൊണ്ടാണ് പറയാത്തത്, വിട്ടുപോയത്. റൈറ്റ്. ഐ വാസ് അലോൺ ഇൻ ദ ഹൗസ്. വാസ് ഇങ്ങോട്ട് വെച്ച് ഐ യു ആക്കിയാണ്. അപ്പൊ എങ്ങനെയാണ്? വാസ് യു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ വാസ് വേറെ ആക്കേണ്ടി വരും. വേർ യു അലോൺ ഇൻ ദ ഹൗസ്. ഓക്കെ ആണല്ലോ? അത് മനസ്സിലായില്ല. ഐ സിംഗിൾ ആയതുകൊണ്ടാണ് വാസ് വെച്ചത്. ഇങ്ങോട്ട് വെക്കുമ്പോൾ യു ആക്കേണ്ടി, അതായത് സെൻസിബിൾ ആക്കാൻ നമ്മൾ യു വെക്കും. യു സിംഗിളും ആവാം പ്ലൂരലാവാം. അതുകൊണ്ട് നമ്മൾ വേറെ ഉപയോഗിക്കുള്ളൂ. അതറിയാലോ, യു വാസ് പറയില്ല. ഡിഡ് ദ സ്നേക്ക് ഫോളോ യു? നോ എന്ന്
പറഞ്ഞിട്ട് എന്തോ പറയാണ്. റെഡി അല്ലേ? അവിടെ നമ്മൾ ചൂസിങ്സ് നമ്മൾ എഴുതണം, ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയിട്ട് എഴുതണം. ഇഫ് ഐ ഹാഡ് ബീൻ ദർ, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവിടെ പറയേണ്ടി വരിക? ഇഫ് ക്ലോസ് ആണ്, നല്ലോ ശ്രദ്ധിക്കണേ. എന്തായിരിക്കും പറയേണ്ടി വരിക? ഇഫ് ഐ ഹാഡ് ബീൻ, നമുക്കത് തേർഡ് കണ്ടീഷനാണ്. ഹാഡ് ബീൻ എന്ന് കണ്ടാൽ നമ്മൾ വുഡ് ഹാവ് ആക്കേണ്ടത്. ഇനി ഞാൻ കൊല്ലുമായിരുന്നു എന്നാണ് വിചാരിച്ചൊരു ആശയം. എങ്ങനെ നമ്മൾ പറയാ? ഐ വുഡ് ഹാവ് കിൽഡ് ഇറ്റ് എന്നൊക്കെ ആവാൻ വേണ്ടിയല്ലേ. ആൻസേഴ്സ് നോക്കണേ. ആറിൻഡ് യു, വാട്ട് ഹാപ്പൻഡ് ടു യു, വേർ യു അലോൺ ഇൻ ദ ഹൗസ്, ഇറ്റ് ഡിഡിന്റ് ഫോളോ മീ, ആൻഡ് ഐ വുഡ് ഹാവ് കിൽഡ് ദ സ്നേക്ക്. റെഡി അല്ലേ? അത് നോക്കി കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യട്ടോ. ഇറ്റ് ഡിഡിന്റ് ഫോളോ മീ പറയാൻ വിട്ടു തോന്നുന്നു, കുഴപ്പമില്ല. ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ക്ലിയർ? യെസ്, ക്ലിയർ. റൈറ്റ്. നെക്സ്റ്റ് 5 സ്കോർ ആണ്. Now you can see a paragraph with some blanks, some slashes, right? You have to put here the words taken from this box, right? A small group men. അവിടെ എന്താ വേണ്ടിയില്ല? അത് നല്ലോണം വായിച്ചു നോക്കുക. എന്നിട്ട് ആദ്യം ഉത്തരം എന്താ മനസ്സിൽ കൊണ്ടുവരിക, എന്നിട്ട് അവിടെ ഉണ്ടോ നോക്കുക. അല്ലാതെ അവിടെ ഉള്ളത് വെറും വെച്ച് നോക്കല്ല ചെയ്യേണ്ടത് കേട്ടോ. പല കുട്ടികളും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു ആൾക്കാരുടെ കൂട്ടം നാകുമ്പോൾ എന്താണ്? ആൾക്കാരുടെ എന്നുള്ള വാക്യേതാ? ഓഫ് ആണ്, നമുക്കറിയാം. ആർ വെയിറ്റിംഗ് ഇൻ എ ക്യൂ ഔട്ട്സൈഡ് ദ ബേക്കറി ഓഫ് മാൻ, ഔട്ട്ലൈൻ ഓഫ് ബിൽഡിങ്സ് ദ സ്ട്രീറ്റ്, സ്ട്രീറ്റിലുള്ള എന്നാ വേണ്ട. സ്ട്രീറ്റിൽ എന്ന് വാക്യേതാ വരിക? ഇന്ന വരിക. ഈ സീൻ ഇൻ ദ ഡിസ്റ്റൻസ്. അത് ഈ സീൻ കമ്മിങ് ഔട്ട്, ബേക്കറിയിൽ നിന്ന് ഏതാ വരിക? ഫ്രം ആ വരിക. ദ പാർസൽ ഓഫ് മാൻ ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്, ദ പാർസൽ ഓഫ് ഷൂസ് ഇൻ ഹിസ് ലെഫ്റ്റ്. വലത്തെ കയ്യിൽ നാനിന്റെ പാർസലും ഇടത്തെ കയ്യിൽ എന്നർത്ഥം. പേര വരിക? ആൻഡ് വരിക. ക്ലിയർ അല്ലേ? ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യല്ലോ. ക്ലിയർ അല്ലേ? അപ്പോ ഓഫ്, ഇന്ന്, ഫ്രം, ആൻഡ് ഓരോന്നോരോ മാർക്കാണ്. റൈറ്റ്. നെക്സ്റ്റ് മലാല യൂസഫ് സാഹിന്റെ പ്രൊഫൈൽ എഴുതാനാണ്. ബർത്ത് മാറ്റണം. ആദ്യം മലാല യൂസഫ് സാഹിന് വലുതായിട്ട് എഴുതിയിട്ടുണ്ടാവും. ബർത്ത് മാറ്റാൻ നമുക്കറിയാം. മലാല യൂസഫ് സാഹി വാസ് ബോൺ, ഡേറ്റ് ആണ് ഓൺ 12th July 1997 അറ്റ് മിങ്കോറ. ഇവിടെ പാകിസ്ഥാനാണ്, ഇവിടെ ഇൻ പാകിസ്ഥാനും കൂടി ചേർക്കാം. ഇപ്പൊ ഈ നാഷണാലിറ്റി ആണ് പോയിക്കോളും. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഹെർ ഫാദർ കോമട്ടിട്ട് ഇളാരാന്നുകൊണ്ട് അങ്ങനെ എഴുതാ പറഞ്ഞു. ഹെർ ഫാദർ കോമഡ സിയാവുദ്ദീൻ യൂസഫ് സായി വാസ് എ പോയറ്റ്. നാഷണാലിറ്റി ഇവിടെ എഴുതിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഷീ വാസ് എ പാകിസ്ഥാനി ആക്ടിവിസ്റ്റ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ എന്ന് ചേർക്കാം. ഇവിടെ കൊടുക്കാൻ റെഡിയല്ലേ? ഇനി എഡ്യൂക്കേഷൻ ആണ്, മുൻപ് പഠിച്ചതാണ്. ഷീ വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് എഡ്ബർട്ടൺ ഹൈസ്കൂൾ ഇൻ ബർമിംഗ്ഹാം. ഇവിടെ നേരത്തെ പറഞ്ഞു, ഇവിടെ ചേർത്തിട്ട് ഈ പാകിസ്ഥാൻ ഇവിടെ ചേർത്ത് കൊടുക്കുക. ഷീ ഈസ് a Pakistani activist for girls education and blogger for BBC. She was awarded the Nobel Peace Prize എന്നോ she won the Nobel Peace Prize എന്നോ എഴുതാം. Now she present residence ആണ്, ഇപ്പൊ താമസിക്കുന്നതാണ് നമ്മൾ എഴുതേണ്ടത്. Now she lives in Birmingham, UK. റെഡിയല്ലേ? ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് 6 മാർക്ക് കൂടാം. ആണെങ്കിൽ ഒന്നുകൂടി ഇങ്ങനെയൊക്കെ കുറച്ച് നന്നാക്കി ചില വാക്കുകളൊക്കെ ഒന്ന് മാറ്റി വേണമെങ്കിൽ എഴുതാം. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ശ്രദ്ധിച്ച് ചെയ്യണം. പോസ് ചെയ്താണ്ട് നോക്കി ചെയ്യണം. ഓക്കെ. ഇപ്പൊ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവുന്ന വിചാരിക്കുന്നത്. ഔട്ട് ഓഫ് 30 ആണ്, നമുക്കറിയാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെ വിലയിരുത്തേണ്ട അവസരമായിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും കാര്യങ്ങളോ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് നോക്കി മനസ്സിലാക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്ടംപോലെ വർക്ക്ഷീറ്റുകൾ വിട്ടിട്ടുണ്ട്. ഇതൊക്കെ കാണാത്തവർ കാണാം. ഇനി പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരുപാട് വർക്ക്ഷീറ്റുകൾ ഓരോ പാടായിട്ട് ബേസ് ചെയ്ത് വിടും. അപ്പം ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കും. നല്ല ഉഷാറാക്കാൻ പറ്റും. നമുക്ക് SLCക്ക് ഇംഗ്ലീഷിൽ A+ 100% നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. മീറ്റ് യു അഗെയിൻ. Till then, goodbye.